ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചീരപ്പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പലതരത്തിലുള്ള പച്ചടികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചീര ഒത്തിരി ഇഷ്ടമാണ്. ഇനി ചീര കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പച്ചടിയാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചീരപ്പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ചീരയാണ്. നല്ല ഇളയ ചീരയാണ്, മൂത്തതാവാൻ പാടില്ല. ഇളയ ചീര നോക്കി നമ്മൾ എടുക്കുക. ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ച ചീരയും ഒരു പിടി തേങ്ങയും കാന്താരി അല്ലെങ്കിൽ കപ്പപ്പറങ്ങളും അല്പം പുളിയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മളിവിടെ നാടൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. നാടൻ പുളിക്ക് പകരം നമുക്ക് തൈരും ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരപ്പച്ചടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.